ഹലോ എവരി വൺ, എന്തുണ്ട് വിശേഷം? സുഖമായിരിക്കുന്നല്ലോ അല്ലേ? ദാ ഇന്ന് കുറച്ച് വെജിറ്റബിൾസൊക്കെ കണ്ടപ്പോൾ നിങ്ങൾക്ക് തോന്നിയല്ലോ എന്തോ ഒരു കറി ഉണ്ടാക്കുവാണെന്ന്. അപ്പോൾ ഇന്നൊരു തട്ടിക്കൂട്ട് വെജിറ്റബിൾ കറി ഉണ്ടാക്കിയാലോ? എൻ്റെ കയ്യിലാകെ ഇച്ചിരി ക്യാരറ്റും പൊട്ടറ്റോയും ഗ്രീൻ പീസും ഒക്കെ ഇരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു ഒരു വെജിറ്റബിൾ കറി ഉണ്ടാക്കാമെന്ന്. അതിനായിട്ട് ആദ്യം ഞാൻ ഇച്ചിരി എണ്ണ ഒഴിച്ചു. അതിനകത്തോട്ട് പെരിഞ്ചീരകം ഇട്ടു. പിന്നെ 2-3 കറുവപ്പട്ട ഒടിച്ചിട്ട് അതും കൂടെ ഇട്ടു. എന്നിട്ട് അതിനകത്തോട്ട് നമ്മുടെ അരിഞ്ഞു വെച്ച സവാള അതിട്ടിട്ട് അതൊന്ന് വഴറ്റി കൊടുക്കണം. വഴറ്റി കൊടുക്കുമ്പോൾ ശകലം ഉപ്പും കൂടെ ഇട്ടിട്ട് വഴറ്റി കൊടുക്കുക. അത് വഴറ്റി കഴിയുമ്പം ഇച്ചിരി ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഞാൻ ചതച്ച് വെച്ചിരുന്നു, അതും കൂടെ അതിനകത്തോട്ട് ചേർക്കുക. ഇത് പെട്ടെന്ന് എല്ലാവർക്കും ഉണ്ടാക്കാം കേട്ടോ. നമ്മുടെ കയ്യിലുള്ള വെജിറ്റബിൾസ് വെച്ചിട്ട് നമ്മൾ പെട്ടെന്ന് കുക്കറിനകത്ത് ഉണ്ടാക്കുന്നത് കൊണ്ട് തന്നെ ഭയങ്കര ഈസി ആയിട്ട് ഉണ്ടാക്കാം. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഒത്തിരി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളതൊന്നും ഉണ്ടാക്കണ്ട. ഇതുണ്ടാക്കിയാൽ കുറച്ച് വെജിറ്റബിൾസ് അകത്ത് ചെല്ലുകയും ചെയ്യും, ടേസ്റ്റിയുമാണ്. പച്ചമുളക് ഇട്ടു, കറിവേപ്പില ഇട്ടു, ക്യാരറ്റ് ഇട്ടു, പൊട്ടറ്റോ ഇട്ടു. എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം എൻ്റെ ഫ്രോസൺ ഗ്രീൻ പീസ് ആയിരുന്നില്ല, ഞാൻ അതും കൂടെ അതിനകത്തോട്ടിട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുത്തു. ഇച്ചിരി ഗരം മസാല ഇട്ടു, പിന്നെ ഇച്ചിരി പെപ്പർ പൗഡറും ഇട്ടു. അപ്പം ഇതിനകത്ത് എരിവിന് ഞാൻ മുളക് പൊടിയൊന്നും ചേർക്കുന്നില്ല കേട്ടോ. ഈ പെപ്പർ പൗഡറും പിന്നെ ആദ്യം നമ്മൾ ഗ്രീൻ ചില്ലി ചേർത്തല്ലോ, അതിൻ്റെ എരിവേ ഉണ്ടാവുള്ളൂ. പിന്നെ 3 വിസിൽ, ചില സമയത്ത് 4 വിസിൽ മാക്സിമം അത് മതി കേട്ടോ. അത് കഴിഞ്ഞ ശേഷം നല്ല ഗ്യാസെല്ലാം പോയതിന് ശേഷം മാത്രം തുറന്ന് നോക്കുക. അപ്പം നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. പിന്നെ ഈ സമയത്ത് ഞാൻ ഇച്ചിരി കോക്കനട്ട് മിൽക്ക് കൂടെ ചേർക്കാറുണ്ട്, പക്ഷേ ഇന്ന് ഞാൻ ചേർത്തിട്ടില്ല. അതിന് ഞാനൊന്ന് വറവിട്ടിട്ടെടുക്കുക. ഇച്ചിരി എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ചിട്ട് ഈ കറി ഇതിനകത്തേക്ക് ഇട്ട് ഒന്ന് ഇളക്കിയെടുക്കുക, അത്രേ ഉള്ളൂ. പിന്നെന്താ, ഇതിൻ്റെ കൂടെ ഞാൻ ഇന്നിവിടെ ഇടിയപ്പം ഉണ്ടാക്കുന്നത്. ഇടിയപ്പം ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയാമല്ലോ. അരിപ്പൊടിക്കകത്ത് ഇച്ചിരി ഉപ്പിട്ടിട്ട് ചൂടുവെള്ളം ഇട്ട് നന്നായിട്ട് ഇളക്കി എടുക്കുക. എന്നിട്ട് ഇടിയപ്പം അച്ചിനകത്ത് ഇട്ടിട്ട് അതൊന്ന് പ്രസ് ചെയ്തിട്ട് ഉണ്ടാക്കുക. അപ്പോൾ ഇന്ന് എനിക്ക് വെജിറ്റബിൾ കറിയും ഇടിയപ്പമായിരുന്നു. ഈ വെജിറ്റബിൾ കറി ഭയങ്കര എളുപ്പമാണ് കേട്ടോ ഉണ്ടാക്കാൻ. ഇപ്പോൾ ചപ്പാത്തി, അപ്പം അതിൻ്റെ കൂടെ ഒക്കെ പോകും ഈ കറി. അതുകൊണ്ട് നിങ്ങളെല്ലാം ഉണ്ടാക്കി നോക്കണം. ടേസ്റ്റ് അടിപൊളിയാണ്, ടേസ്റ്റിനൊരു കോംപ്രമൈസും ഇല്ല. ഓക്കെ, അപ്പോൾ എല്ലാവരും ഈ കറി ഉണ്ടാക്കി നോക്കണം കേട്ടോ. എന്നിട്ട് നിങ്ങൾ കമൻറ്റ് ഇടണം. ഓക്കെ, താങ്ക് യു, ബൈ. നാളെ